അത്രയും ഗംഭീരമായ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു 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 രൂപം ലോകത്ത് എവിടെയും ഞാൻ കണ്ടിട്ടില്ല. മലയാളി എങ്ങനെ ഓർത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ വലിയ വലിയ അത്യാഗ്രഹങ്ങളാണ്. കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ന് കൈയടിക്കുന്ന മലയാളി നാളെ നമ്മളെ ചവിട്ടിക്കൂട്ടി നിലത്തിടുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളുടെ സ്വപ്നങ്ങൾ നടപ്പാക്കാൻ വേണ്ട ഇന്ധനം മാത്രമാണ് പണം. നിങ്ങളുടെ സ്വപ്നങ്ങൾ നടപ്പാക്കി കഴിയുമ്പോൾ ബാങ്കിൽ ബാലൻസ് വരുന്നതല്ല പണം എന്ന് പറയുന്നത്. നമ്മൾ കൂടുതൽ അടുത്തറിയുമ്പോൾ ചില ആളുകൾ ഇത്രയും വലിയ അത്ഭുതത്തിനൊന്നും ഇല്ലായിരുന്നു, അയാൾ ഹൈപ്പ് കൂടുതൽ ആവശ്യലധികം ഉണ്ടാക്കിയതെന്ന് പലരെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലേക്ക് വന്ന ബൈജു രവീന്ദ്രൻ, അയാൾ എങ്ങനെയാണ് ഇത്രയും വലിയൊരു സാമ്രാജ്യമായിട്ട് പെട്ടെന്ന് വളർന്നു വന്നത് എന്നത് എനിക്ക് അത്ഭുതം ഉണ്ടാകുന്നൊരു കാര്യമാണ്. എൻ്റെ കുട്ടികൾക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മറ്റു കുടുംബാംഗങ്ങൾക്കും ഒക്കെ അവരുടെ സാന്നിധ്യം എനിക്ക് വേണമെന്ന് തോന്നുമ്പോഴെല്ലാം അവരെൻ്റെ ഒപ്പം ഉണ്ട്. എൻ്റെ സാന്നിധ്യം അവർക്ക് വേണമെന്ന് തോന്നുന്ന സമയത്തെല്ലാം ഒപ്പം ഉണ്ട്. അവർക്ക് എൻ്റെ സാന്നിധ്യം ആവശ്യമില്ലാത്ത സമയത്തൂടെ കൂടെ ഇരിക്കുന്ന വൃത്തികേടാണെന്ന് എൻ്റെ അഭിപ്രായം. താങ്കളൊരു സാധാരണ ദിവസം എങ്ങനെയാണ്? എത്ര മണിക്കാണ് ഉണരുന്നത്? ഡിപ്പെൻസ്. ഞാൻ എപ്പോഴാണ് ഉറങ്ങുന്നതിനെ ആശ്രയിച്ചിരിക്കും. എപ്പോഴാണ് ഉറങ്ങാറ്? അതാ പറഞ്ഞാൽ അതിന് സമയമില്ല. ഇപ്പോൾ ഒരു ടെലിവിഷൻ ചാനലിലെ ജോലിയുടെ, പ്രത്യേകിച്ച് ഞാനൊരു CEO ആയിട്ട് ജോലി ചെയ്യുന്ന ആളല്ല. ഞാനൊരു പ്രോഗ്രാം പ്രൊഡ്യൂസറാണ്, ഞാൻ അവിടുത്തെ ക്യാമറാമാനാണ്, ഞാൻ അവിടുത്തെ എഡിറ്ററാണ്. എല്ലാ പണിയും എൻ്റെ പ്രോഗ്രാമുകളുടെ എല്ലാ ജോലിയും ഞാൻ ചെയ്യുന്നയാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ പോകേണ്ട നാളത്തെ ജോലികൾ മുഴുവൻ പ്രോഗ്രാം ഫിനിഷ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നു, ഇത് ഇന്ന് രാത്രി എഡിറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് വീട്ടിൽ പോകാമെന്ന് ഇപ്പോൾ പറയാൻ പറ്റുമോ? കാരണം ഇത് എഡിറ്റ് ചെയ്ത് എങ്ങനെ ഫിനിഷ് ആകുന്ന അതിൻ്റെ ഗ്രാഫിക്സ് ലോഗോയും എല്ലാം ഇട്ട് ഫിനിഷ് ചെയ്ത് തീരുന്ന സമയം എപ്പോഴാണ്? അതാണ്. എന്ന് പറഞ്ഞ പോലെ എനിക്കൊരു ദിവസം ചരിത്രം എന്നിലൂടെ, സഞ്ചാരം, പിന്നെ വീക്കിലിയുള്ള സഞ്ചാരിയുടെ കുറിപ്പ്, ഡെയിലി പോകേണ്ട ഇപ്പം ഹിസ്റ്ററി ഓഫ് ദ USA എന്ന് പറഞ്ഞ പരിപാടി, ഇത്രയും പരിപാടി ഞാൻ പേഴ്സണലായിട്ട് ചെയ്യേണ്ട പരിപാടികളാണ്. മീൻസ് ഫൈനൽ എഡിറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയല്ല. സഞ്ചാരമൊക്കെ ഞാനാണ് എഡിറ്റ് ചെയ്യുന്നത്. ഫിസിക്കലി ഞാൻ മാത്രമുള്ള എഡിറ്റർ. അതിൻ്റെ വോയിസ് ഓവർ പ്ലേസ് ചെയ്യലും മുതലുള്ള എല്ലാ പണിയും ഞാനാണ് ചെയ്യുന്നത്. ഇതൊക്കെ എൻ്റെ പകലത്തെ മാനേജ്മെൻറ്റ് ജോലികളും, ലേബർ ഇന്ത്യ, സഫാരി, ഇതിൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ, മുമ്പേ പറഞ്ഞ എല്ലാ കാര്യവും കഴിഞ്ഞിട്ട് രാത്രി 7 മണിക്ക് ശേഷം സ്റ്റുഡിയോയിലേക്ക് കയറി ചെയ്യണ്ട. അപ്പോൾ അതെപ്പോൾ തീരും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ രാത്രി 3 മണിക്ക് തീരും, ചിലപ്പോൾ 4 മണിക്ക് തീരും, ചിലപ്പോൾ 5 മണിക്ക് തീരും. 5 മണിക്ക് തീർന്നാൽ ഞാൻ വീട്ടിൽ വന്ന് കിടന്നിട്ട് 10-11 മണി വരെ ചിലപ്പോൾ കിടന്നുറങ്ങിന്നിരിക്കും. അപ്പം ഞാൻ രാവിലെ എൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഹെഡിനും മെസ്സേജുകൾ വാട്സപ്പിൽ വിവരങ്ങൾ അറിയിച്ചിരിക്കും. അവരെ എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അത് ചെയ്യുമ്പോഴത്തേക്കും ഒരു 10 മണി കഴിയുമ്പോഴത്തേക്കും ഞാൻ ചിലപ്പോൾ ഓഫീസിൽ ചെല്ലുന്നത്, ചിലപ്പോൾ 10:30 ആവും. അപ്പോൾ രാവിലെ 3 മണിക്കാണ് ചെല്ലുന്നതെങ്കിൽ നേരത്തെ എനിക്ക് ഓഫീസിൽ ചെല്ലാൻ പറ്റും. 12 മണിക്കാണ് പോയി കിടന്നുറങ്ങുന്നതെങ്കിൽ വളരെ നേരത്തെ എനിക്ക് ഉണരാൻ പറ്റും. ഒരു 6 മണിക്കൂർ 5 മണിക്കൂർ പരമാവധി ഉറങ്ങുക എന്നും ഏറ്റവും ചുരുങ്ങിയത് 3-4 മണിക്കൂറെങ്കിലും ഉറങ്ങുക എന്നുള്ളതും ഞാൻ ഉറപ്പുവരുത്തും. ഒരു ദിവസത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം ഏതാണ്? എനിക്ക് ഏറ്റവും ത്രില്ലിംഗ് ആയുള്ള സമയം സഞ്ചാരം എഡിറ്റ് ചെയ്യാൻ കയറുന്ന സമയമാണ്. കാരണം അത് ഞാൻ ഫുള്ളി ഇൻവോൾവ് ആകുന്ന സമയമാണല്ലോ. അപ്പോൾ ഞാൻ ശരിക്കും ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ സ്ഥലങ്ങളൊന്നും ആസ്വദിക്കാറില്ല കാര്യമായിട്ട്. കാരണം അതിന് സമയം കിട്ടില്ല. നമ്മളിപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചെയ്തു പോവുകയാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് കാത്തിരുന്നാൽ കിട്ടുന്നതല്ല സഞ്ചാരം. ഓരോ നിമിഷവും കയ്യിൽ ക്യാമറ ആയിട്ട് നടന്ന് ഫോക്കസ് ചെയ്ത് ഓരോന്നിൻ്റെയും കഥകൾ ഡീറ്റെയിൽസിലേക്ക് പോയി എല്ലാ സെക്കൻഡും മൂവ്മെൻറ്റ്സ് ഉള്ള ഷോട്ട്സാണ് സഞ്ചാരത്തിലെ. അപ്പോൾ ക്യാമറമാൻ എന്ന നിലയിൽ ആ ഷോട്ടുകൾ പെർഫെക്റ്റ് ആകാൻ വേണ്ടത് മുഴുവൻ ചെയ്യണം. ഒപ്പം അതിൻ്റെ ചരിത്രവും വിവരങ്ങളും മുഴുവൻ ശേഖരിക്കണം. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത ഷോട്ടോ അടുത്ത സീനും ചിലപ്പോൾ 5 കിലോമീറ്റർ അകലെയുള്ള നഗരത്തിൻ്റെ വേറൊരു ഭാഗത്തായിരിക്കും. അങ്ങോട്ട് ബസ്സപ്പോൾ കിട്ടുമെന്നും ട്രെയിൻ ഏതാ കിട്ടേണ്ടതെന്നും നമുക്കൊരു പരിചയമില്ലാത്ത മൊറോക്കോയിലെ കാസാബ്ലാങ്ക എന്ന പട്ടണത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത്. ചിലപ്പോൾ അവിടെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവുന്നില്ല, ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സംഘർഷങ്ങളിൽ മുഴുകിയാണ് ഓരോ നിമിഷവും നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, ദൃശ്യങ്ങൾ എന്താണ് കൃത്യം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കാണിച്ചിരിക്കും എഡിറ്റിൻ്റെ ഇവിടെ വെച്ചാൽ. അപ്പോഴാണ് നമ്മൾ ഒന്നുകൂടെ പ്ലേ ചെയ്ത്, ഇങ്ങനെ ഇതിൻ്റെ പുറകിൽ ഒരാൾ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നല്ലേ, ഇങ്ങനെ ഒരാൾ എന്നെ ചിരിച്ച് കാണിക്കുന്ന അവിടെ ഉണ്ടായിരുന്നല്ലേ, ഇങ്ങനെ ഒരു കളർഫുള്ളായ വസ്തു ആ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നല്ലേ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് അറിയുന്നതും പോയ സ്ഥലങ്ങളുടെയും കാഴ്ചകളുടെയും റീകളക്ഷൻ നടക്കുന്നതല്ല ഈ എഡിറ്റിംഗ് സമയത്ത്. അതുകൊണ്ട് എനിക്ക് എഡിറ്റിംഗ് വളരെ ഇഷ്ടമാണ്. യാത്രയിൽ സാധാരണ പോകുമ്പോൾ എന്തൊക്കെയാണ് കയ്യിൽ കരുതാറ്? കയ്യിൽ ഒരാൾ യാത്ര ചെയ്യുമ്പോൾ കരുതേണ്ടതെല്ലാം ഞാൻ കരുതും. ഉദാഹരണം പറഞ്ഞാൽ വസ്ത്രം ഉണ്ടാവും, സ്വാഭാവികമായിട്ട് അത്യാവശ്യമുള്ള വസ്ത്രം. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യം. എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു ബാക്ക് പാക്ക്, കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബാക്ക് പാക്ക് 10 ദിവസം പോയാലും 5 ദിവസം പോയാലും 3 ദിവസം പോയാലും എനിക്കുണ്ടാവും വസ്ത്രം. കാരണം എന്താ, ഇതെല്ലാം ചുമക്കേണ്ടത് ഞാൻ തന്നെയാണ്. എനിക്ക് ഈ വസ്ത്രം ചുമക്കലല്ല എൻ്റെ ജോലി. എൻ്റെ ജോലി ഷൂട്ടിങ്ങാണ്. അപ്പം ഞാൻ അറിയാതെ എൻ്റെ പുറത്ത് ഈ വസ്ത്രവും ബാഗും കിടക്കണം. എനിക്കൊരു ശല്യമായാൽ എൻ്റെ ജോലി മുടങ്ങും. അത് ചുമക്കാൻ വേറെ ആരും ഉണ്ടാവില്ല. അതുമായിട്ടായിരിക്കണം ഞാൻ ഷൂട്ട് ചെയ്യുമ്പോഴെല്ലാം നടക്കേണ്ടതെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ടൂത്ത് പേസ്റ്റിന് പോലും
അര കിലോയുടെ ടൂത്ത് പേസ്റ്റ് കൊണ്ടല്ല ഞാൻ പോകുന്നത്, സാമ്പിൾ ടൂത്ത് പേസ്റ്റ് കൊണ്ടാണ്. എൻ്റെ പല്ല് തേക്കുന്ന ബ്രഷിന് ഇത്രയും നീളമില്ല, ഇത്രയും നീളമേ ഉള്ളൂ. കാരണം എന്താ, ഈ നീളം എനിക്ക് വേസ്റ്റാണ്, അത് ഞാൻ ചുമക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കൊണ്ടുപോയാൽ മതി, എൻ്റെ വായിക്ക് ഇത്രയും നീളമേ ഉള്ളൂ, അത് തേക്കാൻ ഇത് മതി. അപ്പം ഞാൻ എൻ്റെ യാത്രകളിലൂടെ ഞാനൊരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം മിനിമം എന്തൊക്കെ വേണമെന്ന്. അതുകൊണ്ടേ ഞാൻ യാത്ര ചെയ്യാറുള്ളൂ. സാധാരണ ഒരു ദിവസം എത്ര നേരം മൊബൈൽ ഫോണിൽ ചെലവിടാറുണ്ട്? ഇപ്പം ഞാൻ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുമ്പോഴോ മാത്രമേ, ഒന്നും ചെയ്യാതിരിക്കുന്ന കൂടുതൽ യാത്ര ചെയ്യുമ്പോഴാണ്. ഇപ്പം എൻ്റെ കാറിൽ ഞാൻ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇപ്പം പലപ്പോഴും എനിക്ക് എറണാകുളത്തേക്കും മരങ്ങാട്ടുള്ളിലേക്കും ഇടയ്ക്ക് ഷട്ടിൽ ചെയ്യേണ്ടി വരും പല സമയത്തും. കാരണം എറണാകുളത്തും എനിക്ക് സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ ആ യാത്രക്കിടയിൽ ഞാനിങ്ങനെ മൊബൈലിൽ നിന്ന് നോക്കും എന്താണ് ലോകത്ത് നടക്കുന്നതെന്നറിയാൻ. ഇഷ്ടപ്പെട്ട ആപ്പ് ഏതാണ്? ഞാൻ കൂടുതലും ഞാൻ യൂട്യൂബിൽ പല കാര്യങ്ങളും നിരന്തരം ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. കാരണം ഈ ലോകം മാറുന്നതും ആളുകളുടെ പ്രോഗ്രാമുകളുടെ സ്വഭാവമൊക്കെ മാറുന്നത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ. ഇതിൽ മൂന്നിലും മാറി 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 ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്താണ് ലോകത്ത് നടക്കുന്നത്. നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. എങ്കിലല്ലേ നമുക്ക് നമ്മുടെ സ്വഭാവം, ശൈലി, നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്വഭാവം നാളെ എന്താകണം എന്നൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇൻസ്റ്റയിലെ ഫാൻസ് ഇല്ലില്ല, എനിക്കധികം ഫോളോവേഴ്സ് ഒന്നും അവിടെയില്ല. ആളുകൾക്ക് അറിയില്ല എൻ്റെ പേരെന്താണെന്ന് അതിനകത്ത്. സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ ആരോ നടത്തുന്നത്, അതിന് എനിക്ക് ഒരു ബന്ധമുള്ള ആളല്ല. എപ്പോഴാണ് പുതിയ ആശയങ്ങൾ ഉള്ളിലേക്ക് വരുന്നത്? എപ്പോൾ വേണേലും വരാമെന്ന് വെച്ചാൽ യാത്രകളിലാണ് കൂടുതൽ. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരുപാട് വ്യക്തിത്വങ്ങളെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ച അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തിയ ഒരു വ്യക്തി, അല്ലെങ്കിൽ എന്നെ അമ്പരപ്പിച്ച പല വ്യക്തികളും പിന്നീട് എനിക്ക് ബഹുമാനം കുറഞ്ഞു പോയിട്ടുമുണ്ട്. പല ആളുകളുണ്ട്. നമ്മൾ കൂടുതൽ അടുത്തറിയുമ്പോൾ ചില ആളുകൾ ഇത്രയും വലിയ അത്ഭുതത്തിനൊന്നും ഇല്ലായിരുന്നു, അയാൾ ഹൈപ്പ് കൂടുതൽ ആവശ്യലധികം ഉണ്ടാക്കിയതെന്ന് പലരെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ അപൂർവ ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ എനിക്കങ്ങനെ ഇപ്പോൾ ചില ആളുകൾ എങ്ങനെ ചില കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് വലിയ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലേക്ക് വന്ന ബൈജു രവീന്ദ്രൻ, അയാൾ എങ്ങനെയാണ് ഇത്രയും വലിയൊരു സാമ്രാജ്യമായിട്ട് പെട്ടെന്ന് വളർന്നു വന്നത് എന്നത് എനിക്ക് അത്ഭുതം ഉണ്ടാകുന്നൊരു കാര്യമാണ്. കാരണം അത് അയാളുടെ സ്കില്ലുണ്ടാവാം, അയാൾക്ക് കൺസൾട്ടൻസി കൊടുത്ത ആളുകളുണ്ടാവാം, അയാളെ നയിച്ച ആളുകളുണ്ടാവാം, അയാളുടെ തന്നെ ഹാർഡ് വർക്ക് ആവാം, കുറേ ഭാഗ്യം ഉണ്ടാവാം. ഇതൊക്കെയാണെങ്കിലും അത് ഒരു അത്ഭുതമല്ലേ. കാരണം കേരളത്തിലെ ഒരു ചെറുപ്പക്കാരൻ ഇത്രയേറെ, അയാളുടെ ബിസിനസ് എന്ത് എന്നുള്ളതോ അതിൻ്റെ ഔട്ട്കം എന്തോ എന്നുള്ളതല്ല ഞാനീ പറയുന്നത്, അവരൊക്കെ ഒരു 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 സർപ്രൈസാണ് യുവാക്കൾക്ക് എന്നെനിക്കും അഭിപ്രായമുണ്ട്. റിച്ചാർഡ് ബ്രാൻസനെ നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ എത്രയോ തവണ. അദ്ദേഹത്തെ കണ്ടപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആദ്യമൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. പക്ഷേ പുള്ളി, എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ വാക്ക് പാലിക്കുന്നതിലൊക്കെ വളരെ മോശമാണെന്നാണ്. കാരണം 2 വർഷത്തിനകം സ്പേസിൽ പോകുമെന്ന് പറഞ്ഞാണ് അക്കാലത്ത് ഞങ്ങളെല്ലാം കൂട്ടപ്പിടിക്കുന്നതും കൂടെ കൊണ്ടുപോകുന്നതും. ഓരോ വർഷവും ഞങ്ങൾ ഒത്തുചേരുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ വർഷം നമ്മൾ സ്പേസിൽ പോയിരിക്കും. 10 വർഷം എത്ര കഴിഞ്ഞു? അപ്പോൾ അതിൽ അദ്ദേഹത്തിനൊരു ക്രെഡിബിലിറ്റി ഇല്ലായ്മയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വിഗ്രഹങ്ങളിൽ നമ്മൾ കരുതുന്ന പലതും അടുത്തറിയുമ്പോൾ അതൊന്നും ജെന്യുവിൻ ആയിരുന്നില്ല എന്ന് പലപ്പോഴും തോന്നി തുടങ്ങുന്നു. എന്താണ് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശ വിനോദസഞ്ചാരിയായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുക? അതാ ഞാൻ പറഞ്ഞത്, അത് റിച്ചാർഡ് ബ്രാൻസണോട് തന്നെ ചോദിക്കേണ്ടി വരും. താങ്കളുടെ ജീവിതത്തെ സ്വാധീനിച്ച കുട്ടിക്കാലത്തെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? കുട്ടിക്കാലത്തെ അനുഭവങ്ങളാണല്ലോ എല്ലാവരെയും സ്വാധീനിക്കുന്നത്. ഇഷ്ടം പോലെ അനുഭവങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം എന്താണ് ഇപ്പോൾ ഇവിടെ പറയത്തക്കതല്ല. ഞാൻ പറഞ്ഞില്ല, പറയത്തക്കതായിരിക്കാം. ഞാൻ പറയാൻ എനിക്കിഷ്ടമായതുകൊണ്ട് വേണമെങ്കിൽ അത് മണിക്കൂറുകളോളം പറയാം. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേക സംഭവം എടുത്തു പറയാൻ ഒന്നുമില്ല. എങ്കിലും എന്നെ ഇന്ന് രൂപപ്പെടുത്തുന്നതിൽ എൻ്റെ ബാല്യകാലത്ത് എൻ്റെ കുടുംബം ഒത്തിച്ച് ഞങ്ങൾ നടത്തിയ യാത്രകൾ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ടാകും. കാരണം കുടുംബം ഒത്തി യാത്ര ചെയ്യുമ്പോൾ, കുടുംബം യാത്ര ചെയ്യുന്ന ഒരു കുടുംബമാകുമ്പോൾ ഒരു കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്നൊരു ചിന്ത എന്നറിയോ, യാത്ര ചെയ്യുന്നത് പാപമല്ല എന്നൊരു ചിന്ത. എൻ്റെ മനസ്സിൽ അതുകൊണ്ട് തന്നെയാണ് എക്കാലവും യാത്ര ചെയ്യുമ്പോൾ ഒരു കുറ്റബോധം ഇല്ലാത്തത്, എത്ര യാത്ര ചെയ്യുമ്പോഴും. കാരണം എൻ്റെ കുടുംബം എന്നെ കാണിച്ചു തന്ന വഴിയാണ്. ഇതുവരെ ആഗ്രഹിച്ചിട്ടും പോകാൻ പറ്റാത്ത സ്ഥലമുണ്ടോ? ഞാൻ ആഗ്രഹിച്ച സ്ഥലത്തെല്ലാം ഓൾമോസ്റ്റ് പോയി കഴിഞ്ഞു. അടുത്ത യാത്ര എങ്ങോട്ടാണ്? അല്ല, സ്പേസ് ആണ് പോകാത്തൊരു സ്ഥലം. പക്ഷേ സ്പേസിൽ കിട്ടുന്ന അനുഭവങ്ങളൊക്കെ എനിക്ക് ഭൂമി വെച്ച് തന്നെ സീറോ ഗ്രാവിറ്റി, ജി ടോളറൻസ് എല്ലാം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. ഈ സ്പേസിൽ തീർച്ചയായിട്ടും പോവുക എന്നുള്ളത് അതെൻ്റെ വലിയൊരു അംബീഷനൊന്നുമല്ല. പക്ഷേ അത് ചിത്രീകരിക്കുകയും ആ യാത്രയുടെ അനുഭവങ്ങൾ മുഴുവൻ പ്രേക്ഷകരെ കാണിക്കുകയും ചെയ്യുന്ന, ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ള സ്പേസ് കാണാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല ഞാൻ പോകുന്നത്. സ്പേസിൽ പോകുന്ന അനുഭവങ്ങൾ എങ്ങനെയെന്ന് സാധാരണക്കാർക്ക് ഒരു ട്രാവലോഗായിട്ട് കാണിച്ചു കൊടുക്കാനുള്ള ത്രില്ലാണ് എൻ്റെ ത്രില്ല്. ഈ മലയാളികൾ കണ്ടിരിക്കേണ്ട ഒരു 5 സ്ഥലങ്ങൾ, ജീവിതകാലത്ത് കണ്ടിരിക്കേണ്ട ഒരു 5 സ്ഥലങ്ങൾ ഒന്ന് പറയാമോ? ഒരു സാധാരണ മലയാളിക്ക് വേണമെന്ന് വെച്ചാൽ പോയി കാണാവുന്ന 5 സ്ഥലങ്ങളും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലവും, ഒന്ന് സിംഗപ്പൂർ കണ്ടിരുന്നാൽ എങ്ങനെ വൃത്തിയായിട്ട് ഒരു കൊച്ചു നഗരം
രാഷ്ട്രം പോലെ എങ്ങനെ ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നത് മനസ്സിലാവും. ദുബായ് ഒന്ന് കണ്ടിരുന്നാൽ പ്രൊഫഷണലിസം എന്താണെന്നും അവിടെ എങ്ങനെയാണ് നഗരമൊക്കെ സംരക്ഷിക്കുന്നതെന്ന് മനസ്സിലാവും. അവിടെ ചെല്ലുമ്പോൾ മലയാളി എങ്ങനെ ഒരു മലയാളി അല്ലാതായി ഒരു ദുബായ്ക്കാരനായി മാറുന്നു എന്നുള്ളത്, അതേ മലയാളി തിരിച്ചു വിടുമ്പോൾ എങ്ങനെ തിരിച്ചു അതേ മട്ടിൽ തന്നെ മലയാളിയായി പെട്ടെന്ന് ഫ്ലിപ്പ് ചെയ്യുന്നു എന്നും മനസ്സിലാവും. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പല പല സ്ഥലങ്ങളുണ്ട്. ഏറ്റവും അടുത്ത് ഈ പറഞ്ഞ 2 സ്ഥലങ്ങൾ എനിക്ക് പറയാനുണ്ട്. പിന്നെ ടൂറിസത്തിൽ താല്പര്യമുള്ളവർ മാൽദീവ്സ് ഒന്ന് പോയി കാണുന്നത് നല്ലതാണ്. ഏത് മാൽദീവ്സ് എന്നറിയോ? ഈ മറിയം റഷീദ എന്നും ഫൗസിയ ഹസൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു കാലത്ത് കളിയാക്കിയിരുന്ന ആ മാൽദീവ്സ് ഒന്ന് പോയി കണ്ടാൽ നമുക്ക് ആ കളിയാക്കൽ നമുക്ക് നേരെയായിരുന്നു എന്ന് നമുക്ക് തോന്നി തുടങ്ങും. ഈ ലോകത്തിന് മാതൃകയാക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം നമ്മുടെ കേരളത്തിലുണ്ടോ? നമുക്ക് മാതൃകകളില്ലാത്തതുകൊണ്ടല്ല, നമ്മളതിനെയൊന്നും പോർട്രേ ചെയ്യുന്നില്ല, നമ്മളതിനെയൊന്നും പ്രൗഢമായിട്ട് അലങ്കരിച്ച് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതാണ് പ്രശ്നം. നമ്മുടെ കഥകളി എന്ന് പറയുന്ന ഒരു കലാരൂപം തന്നെ ലോകോത്തരമായ ഒരു ശില്പവിദ്യയാണത്. അത്രയും ഗംഭീരമായ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രൂപം ലോകത്തെവിടെയും ഞാൻ കണ്ടിട്ടില്ല. കലാരൂപം എന്നുള്ളതല്ല, ആ ഷേപ്പ് തന്നെ, ആ കഥകളിയുടെ കിരീടം മുതൽ താഴെ വരെയുള്ള ആ വസ്ത്രവും ആ രൂപവും അത്രയും ക്ലാസിക് ആയിട്ടുള്ള ഒരു കലാരൂപം വേറെ എവിടെയുള്ളത്. പക്ഷെ അതിനെ ലോകത്തെ എല്ലാ രാജ്യങ്ങളും അറിയുന്ന ഒരു കലാരൂപമായിട്ട് അവതരിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? അത് ലോകത്തിൻ്റെ ഒരു അത്ഭുതമായിട്ട് അവതരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ വരുന്ന കുറേ പേര് കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഇങ്ങനെ എത്രയോ അത്ഭുതങ്ങളുണ്ട് ഇവിടെ. കേരളത്തിലെ സംസ്കാരം, കേരളത്തിൻ്റെ ഉത്സവങ്ങൾ, കേരളത്തിൻ്റെ ഭക്ഷണ വൈവിധ്യങ്ങൾ, കേരളത്തിൻ്റെ ആർക്കിടെക്ചർ, 8 കെട്ടും 4 കെട്ടും ഒക്കെ ഉൾപ്പെടെയുള്ളതും നമ്മളുടെ ട്രഡീഷണലായിട്ടുള്ള ആ കെട്ടിട ആർക്കിടെക്ചറൽ ശൈലി ഉൾപ്പെടെയുള്ള സാധനം, ഇതെല്ലാം ലോകോത്തരമായിട്ട് ബ്രാൻഡ് ചെയ്ത് അവതരിപ്പിച്ചാൽ ലോകോത്തരം തന്നെയാണ്. എനിക്കൊരു സംശയമില്ല. മലയാളി എന്ന് പറയുന്ന മനുഷ്യൻ തന്നെ ലോകോത്തരമല്ല. അതുകൊണ്ടല്ലേ മലയാളിയെ ലോകത്ത് എവിടെയും സ്വീകരിക്കുന്നത്. ഏത് രാജ്യത്ത് നിന്നിട്ടാണ് മലയാളി പരാജയപ്പെട്ടിട്ടുള്ളത്? പക്ഷേ കേരളത്തിൽ ഞാൻ ഈ പറയുന്നത്, നമ്മൾ കേരളത്തിൽ വരുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് ആകെ മാറുന്നു. നമ്മൾ പൊതുവെ നെഗറ്റീവ് ആകുന്നു, എല്ലാത്തിനും എതിരാകുന്നു, പുതിയതിനെ ഒന്നും സ്വീകരിക്കാത്തവനാകുന്നു, ഡിസ്ട്രക്റ്റീവ് ആകുന്നു, തമ്മിൽ തല്ലുന്നവനാകുന്നു, മതഭ്രാന്തനാകുന്നു. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? ആരെങ്കിലും പണ്ട് നമ്മളെ പ്രാഗീതാണോ? എനിക്ക് സംശയം തോന്നാറുണ്ടത്. ഒരു മാസത്തിൽ എത്ര ദിവസം താങ്കൾ യാത്ര ചെയ്യാറുണ്ട്? ഒരാഴ്ച. മീൻസ് വിദേശയാത്രയാണെങ്കിൽ ഒരാഴ്ച. പിന്നെ 5 ദിവസം, പരമാവധി 5 ദിവസം, ഒരാഴ്ചയും ഇല്ല. ബാക്കി പറഞ്ഞ കേരളത്തിനകത്തുള്ള യാത്രകളൊക്കെ ഉണ്ടാവും. ഈ താങ്കളെ ഒരു മലയാളി എങ്ങനെ ഓർത്തിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? മലയാളി എങ്ങനെ ഓർത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ വലിയ വലിയ അത്യാഗ്രഹങ്ങളാണ്. കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഇന്ന് കൈയടിക്കുന്ന മലയാളി നാളെ നമ്മളെ ചവിട്ടിക്കൂട്ടി നിലത്തിടുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. നവസംരംഭകരോടും യുവാക്കളോടൊക്കെ പറയാനുള്ളൊരു ഉപദേശം എന്താണ് താങ്കൾക്ക്? നിങ്ങളുടെ ഡ്രീമിൽ നിങ്ങൾക്ക് തന്നെ വിശ്വാസം വേണം. നിങ്ങളുടെ ആശയത്തിൽ, നിങ്ങളുടെ വിഷനിൽ നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസം വേണം. ആ വിശ്വാസം നാട്ടുകാരിലല്ല ആദ്യം ഉണ്ടാകുക, നിങ്ങളിലാണ് ഉണ്ടാകേണ്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഒരു ഡ്രീം കാണുമ്പോൾ നിങ്ങളുടെ സമൂഹത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ആ ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു സേവനം നിങ്ങളൊരു സംരംഭകനായിട്ട് ഇറങ്ങുമ്പോൾ ചെയ്യേണ്ടത്. അവൻ എന്ത് വേണമെന്നറിയാതെ ഇറക്കുന്ന ഒരു പ്രോഡക്റ്റും വിജയിച്ചിട്ടില്ല. സമൂഹത്തിന് എന്ത് വേണമെന്ന് നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കലാണ് ഒരു സംരംഭകൻ്റെ ജോലി. സമൂഹം മാറിക്കൊണ്ടേയിരിക്കുക. ആ മാറുന്ന സമൂഹത്തിന് എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിയുന്നവൻ വിജയിക്കും. ഈ ടെക്ടോക്കിൽ സംസാരിക്കാൻ അവസരം വന്നാൽ ഏത് വിഷയമായിരിക്കും ഇഷ്ട വിഷയം സംസാരിക്കാൻ? ടെക്ടോക്കല്ല, ഇത്തരം ടെക്ടോക്ക് ഉൾപ്പെടെയുള്ളതിൽ എന്നെ പലപ്പോഴും വിളിച്ചാണ്. പക്ഷേ എനിക്ക് അത്തരം ഒരു സംസാരത്തിനുള്ള കഴിവും പ്രാപ്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോവാതിരിക്കുന്നതാണ്. ഇനി താങ്കളുടെ ഒരു സ്വപ്നം എന്താണ്? അല്ല, എൻ്റെ സ്വപ്നമാണ് ഞാനിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു സ്വപ്നം, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞ ഒരു കേരളത്തെ എങ്ങനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം. അതിനെന്തൊക്കെ ആശയങ്ങൾ എനിക്ക് കൊടുക്കാൻ പറ്റും, ചെറിയ തോതിലെങ്കിലും എൻ്റേതായ രീതിയിൽ അതിനെ മാറ്റം വരുത്താൻ കഴിയുമോ, ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ സ്വപ്നം. കേരളം ഇങ്ങനെയൊന്നും പോയാൽ പോരല്ലോ, ഇങ്ങനെ നമുക്ക് ഇട്ടിട്ട് പോകാനും പറ്റില്ലല്ലോ. കേരളത്തെ നമുക്ക് അത് അർഹിക്കുന്ന ഒരു നിലവാരത്തിൽ തന്നെ എത്തിക്കേണ്ടതുണ്ട്. അതിൽ എൻ്റേതായ എന്ത് കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ നിരന്തരം ചിന്തിക്കുന്നത്. ഈ വിജയം എന്ന വാക്കിന് താങ്കൾ കൊടുക്കുന്ന നിർവചനം എന്താണ്? നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾ എത്തിച്ചേരുകയും ആ സ്വപ്നത്തെ സമൂഹം കൈയടിച്ച് അംഗീകരിക്കുകയും ചെയ്താൽ നിങ്ങൾ വിജയിയായി. പണത്തോടുള്ള താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്? നിങ്ങളുടെ സ്വപ്നങ്ങൾ നടപ്പാക്കാൻ വേണ്ട ഇന്ധനം മാത്രമാണ് പണം. നിങ്ങളുടെ സ്വപ്നങ്ങൾ നടപ്പാക്കി കഴിയുമ്പോൾ ബാങ്കിൽ ബാലൻസ് വരുന്നതല്ല പണം എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ നടപ്പാക്കാൻ നിങ്ങൾക്ക് വേണ്ട ഇന്ധനത്തിൻ്റെ പേരാണ് പണം എന്നുള്ളത്. അല്ലാതെ നിങ്ങൾ സ്വപ്നം നടപ്പാക്കി കഴിയുമ്പോൾ ബാങ്കിൽ ബാലൻസ് വരുന്ന സാധനത്തിനല്ല പണം എന്ന് പറയുന്നത്. ജീവിതത്തിൽ യാത്രയല്ലാതെ എന്തെങ്കിലും ഹോബിയുണ്ടോ? വായന. ഞാൻ പറഞ്ഞല്ലോ, യാത്രയല്ലാതെ എൻ്റെ പ്രധാന ഹോബി എന്ന് പറയുന്നത് ഈ പ്രോഗ്രാമുകൾ ഉണ്ടാക്കലാണ്. ഷൂട്ടിംഗ്. ചരിത്രമിലൂടെ ഞാനിരുന്ന് ഷൂട്ട് ചെയ്യുന്നതാണ്. സഫാരിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡെയിലി പോകുന്ന മിക്കവാറും പരിപാടികൾ ഞാനാണ് ഷൂട്ട് ചെയ്യുന്നത്.
അതല്ല ഏറ്റവും വലിയ ഹോബി. അതുകൊണ്ടാണ് എൻ്റെ ചാനൽ ഇന്ന് നിലനിൽക്കുന്നത്. ഏറ്റവും സ്വാധീനിച്ച പുസ്തകം ഏതാണ്? സ്വാധീനിച്ച പുസ്തകം ഡിഫറൻ്റായിട്ട് കാര്യങ്ങളെ കാണാൻ പഠിപ്പിച്ചത് എനിക്ക് തോന്നുന്നത്, സ്വപ്നങ്ങൾ നമുക്ക് പിടിച്ചടക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ വിജയിക്കുമെന്ന് കരുതി പഠിപ്പിച്ചത് ഞാൻ മുമ്പേ വിമർശിച്ച റിച്ചാർഡ് ബ്രാൻസൻ്റെ പുസ്തകം തന്നെയാണ്, ലൂസിങ് മൈ വെർജിനിറ്റി എന്ന് പറയുന്നൊരു പുസ്തകം. താങ്കളൊരു ചൂടനാണോ? ഭയങ്കര ചൂടനാണ്. എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? മാനേജ് ചെയ്യേണ്ട കാര്യമില്ല, ആ ചൂടങ്ങ് പുറത്തോട്ട് വിട്ടാൽ തണുത്തോളൂല്ലോ. ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണല്ലോ, ഈ ഭാര്യനെയും മക്കളെയൊക്കെ കൂട്ടി യാത്ര ചെയ്യാറുണ്ട്? പിന്നെ എല്ലാ വർഷവും ഞങ്ങൾ മിക്കവാറും, ഈ കോവിഡ് കാലത്താണ് അതിന് തടസ്സം വന്നത്, അതർവൈസ് ഞങ്ങൾ മിക്കവാറും ആണ്ടിലൊരു തവണ പിള്ളേർക്ക് അവധിയൊക്കെ ആകുന്ന വെക്കേഷൻ സമയത്ത് ഞങ്ങൾ ഒരു 3-4 ദിവസം എവിടെയെങ്കിലുമൊക്കെ. കഴിഞ്ഞ വർഷം യാത്ര ഉണ്ടായിരുന്നു ഞങ്ങൾ. ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, ഇതെങ്ങനെയാണ് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റാറുണ്ട്? തീർച്ചയായിട്ടും ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിൾ. ഒന്ന്, ഞാൻ ഈ പറഞ്ഞല്ലോ, ഏത് പാതിരാത്രിക്കാണോ ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുന്നത്. രാവിലെ ഏറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ വിളമ്പിത്തരുന്ന പ്രഭാത ഭക്ഷണം കഴിച്ച് ഭാര്യയോട് വർത്തമാനമൊക്കെ പറഞ്ഞ് വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം ചെയ്താണ് പോരുന്നത്. ഞായറാഴ്ച എന്ന് പറഞ്ഞ ദിവസം കുറച്ചേറെ സമയം, പകൽ സമയം ഞാൻ നാട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അത് കഴിഞ്ഞ് ഞാൻ സ്റ്റുഡിയോയിലേക്കോ ഓഫീസിലേക്കൊക്കെ പോവുക. അപ്പം നമ്മൾ ഇപ്പം രാവിലെ മുതൽ വൈകിട്ട് വരെ ഭാര്യ മക്കളെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കലല്ലോ കുടുംബസ്നേഹം. അവർക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പം അടുത്ത കാലത്ത് എൻ്റെ വൈഫ് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ആ ഹോസ്പിറ്റലൈസ്ഡ് ആയ സമയത്ത് അവൾക്ക് ഞാൻ അടുത്തുണ്ടാവണമെന്ന് കരുതിയ സമയത്തൊക്കെ ഞാനുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ സമയം മുഴുവൻ ഞാൻ അവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പം എൻ്റെ കുട്ടികൾക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മറ്റു കുടുംബാംഗങ്ങൾക്കും ഒക്കെ അവരുടെ സാന്നിധ്യം എനിക്ക് വേണമെന്ന് തോന്നുമ്പോഴെല്ലാം അവരെൻ്റെ ഒപ്പം ഉണ്ട്. എൻ്റെ സാന്നിധ്യം അവർക്ക് വേണമെന്ന് തോന്നുന്ന സമയത്തെല്ലാം ഒപ്പമുണ്ട്. അവർക്ക് എൻ്റെ സാന്നിധ്യം ആവശ്യമില്ലാത്ത സമയത്തൂടെ കൂടെ ഇരിക്കുന്ന വൃത്തികേടാണെന്ന് എൻ്റെ അഭിപ്രായം. ഈ വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരുപാട് പുതിയ ആശയങ്ങളൊക്കെ കൊണ്ടുവരികയും അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്വന്തം മക്കളുടെ വിദ്യാഭ്യാസം എങ്ങനെയാണ്? അല്ല, നമ്മൾ ചില പ്രിൻസിപ്പിൾസ്, നമ്മളുടെ ജീവിത മൂല്യങ്ങളൊക്കെ പഠിപ്പിക്കുകയും അവരുടെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയും ചെയ്താൽ മതി. സ്വപ്നം അവർ കാണട്ടെ. അവർക്ക് ഇപ്പം എന്നെ കണ്ടു വളർന്നത് കൊണ്ട് ചിലപ്പോൾ എൻ്റെ പ്രവർത്തനങ്ങളിലെ സ്വാധീനം അവർക്കുണ്ടായേക്കാം, ചിലപ്പോൾ സ്വാധീനം ഉണ്ടായില്ലെന്നും വരാം. അത് രണ്ടും അവർക്ക് വിട്ടുകൊടുക്കുക. അവർക്ക് ഞാൻ എപ്പോഴും ചിന്തിച്ച എന്താ, എൻ്റെ അപ്പൻ ആകണമെന്ന് ആഗ്രഹിച്ച സ്ഥലത്തൊന്നുമല്ല ഞാൻ പോയത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലം അല്ല ഞാൻ തിരഞ്ഞെടുത്തത്. ഞാൻ എൻ്റെ ഡ്രീംസാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെയുള്ള എനിക്ക് എങ്ങനെയാണ് എൻ്റെ മക്കളോട് എൻ്റെ ഡ്രീം നീ ഫോളോ ചെയ്യണമെന്ന് പറയാൻ പറ്റുക? അവരുടെ ഡ്രീം എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യട്ടെ. ഈ വ്യായാമം, മെഡിറ്റേഷന്, അങ്ങനെയുള്ള കാര്യങ്ങൾ, യോഗ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ ജീവിതത്തിൽ? വ്യായാമം എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ നേരം നടക്കും ഒരു ദിവസം. അതിലപ്പുറമുള്ള വലിയ വ്യായാമം ഒന്നും ചെയ്യാറില്ല. എത്ര നേരം നടക്കും? അത് സമയം പോലെ. ചിലപ്പോൾ വൈകുന്നേരം ഒരു 6 മണി മുതൽ 7 മണി വരെയുള്ളൊരു സമയത്ത് ഞാൻ എൻ്റെ ക്യാമ്പസിലൂടെ തന്നെ നടക്കും, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ ആ പരിസരത്തൂടെ നടക്കും. അങ്ങനെയല്ലാതെ പുറത്തിറങ്ങി അധികം യാത്രയല്ല. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആളുകളുമായിട്ടുള്ള ഇടപെടലുകളിൽ ഈ നടപ്പ് എന്ന് പറയുന്നത് പൊതുസമൂഹത്തിലോട്ട് ഇറങ്ങി നടക്കാൻ ചില പരിമിതികളുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ക്യാമ്പസിനകത്തൊക്കെയാണ് കൂടുതലും നടത്തും. ഈ സെലിബ്രിറ്റി ആയതിൻ്റെ ഒരു എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടല്ലോ. അല്ല, തിരിച്ചറിയുന്ന സെലിബ്രിറ്റി ഉണ്ടല്ലോ, നമ്മുടെ അറിയുന്ന ഒരാളെന്നുള്ളതേ ഉള്ളൂ. ഈ സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ ഈ വാനിറ്റി ബാഗൊക്കെ തോളലിട്ട് നടക്കുന്ന ആളുകളെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്. ഞാൻ വളരെ സിമ്പിളായിട്ട്, വളരെ സാധാരണക്കാരനായിട്ട് മുണ്ടും മടക്കി കുത്തി മരങ്ങാട്ടിൽ നടക്കുന്ന ഒരാളാണ്. ഞാൻ വല്ലപ്പോഴും പാൻസൊക്കെ ഇടുന്ന ഈ മരങ്ങാട്ടിലേക്ക് പുറത്തു പോകുമ്പോൾ മാത്രമാണ്. അതും അപൂർവ സ്ഥലങ്ങൾ. മിക്കവാറും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തനി മരങ്ങാട്ടുപുള്ളിക്കാരനാണ്. അവിടെ എനിക്ക് എൻ്റെ ചിന്തകളും ഒക്കെ ആയിട്ട് എൻ്റേതായ ഒരു പ്രൈവസി ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ആളാണ്. ആളുകൾ കയറി എപ്പോഴും എൻ്റെ കൂടെ വട്ടത്തിലിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ എൻ്റെ ചിന്തയിലും എൻ്റെ ലോകത്തും ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ അതർവൈസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ എനിക്കൊരിക്കലും ഞാൻ പലപ്പോഴും ബാക്കിയുള്ളവരെല്ലാം സെലിബ്രിറ്റി ആണെന്ന് ചിന്തിക്കുകയും ഞാൻ അവരുടെ ഒരു ആരാധകനോ അവരെ ഫോളോ ചെയ്യുന്നയാളോ പോലെ അവരുടെ ഒരു പ്രജ പോലെ സാധാരണക്കാരനാണെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഒരുപാട് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്താണ് ഈ വ്യത്യസ്തത? താങ്കളെ വ്യത്യസ്തമാക്കുന്ന ഘടകം എന്താണെന്ന് സ്വയം ഒന്ന്? എനിക്കറിയില്ല. അത് ആളുകൾ പറയേണ്ട കാര്യമാണ്. പക്ഷേ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം, ഇപ്പോൾ ഒരു കാര്യം ഞാനിപ്പോൾ സഫാരിയിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, സഫാരിയിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ പോലും ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ അറിയുകയാണെന്നിരിക്കട്ടെ, അതേ സ്വഭാവമുള്ളൊരു പരിപാടി ഉത്തരേന്ത്യയിൽ ഒരു ടെലിവിഷൻ ചാനലിൽ സൂപ്പർ ഹിറ്റായിട്ട് ഓടുന്നുണ്ട് എന്നറിഞ്ഞാൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ചാനലുകളും ചെയ്യുക, എന്നാൽ പിന്നെ നമുക്ക് ഉടനെ തുടങ്ങാം, ഇവിടെ ഹിറ്റാവുന്ന. ഞാൻ അങ്ങനെ ഉണ്ട്, അത് വേണ്ട, നമുക്ക് നമ്മുടേതായ ഒരു പരിപാടി. ആരും ഇന്നേവരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന വേറൊരുത്തൻ്റെ കോപ്പി ചെയ്യാനല്ലല്ലോ, എങ്കിൽ പിന്നെ അയാൾ പോരെ.
ഈ ഭൂമിയിൽ എനിക്ക് ചില എൻ്റേത് മാത്രമായ ചില ദൗത്യങ്ങൾ ചെയ്യാൻ ഓരോ വ്യക്തിയും അങ്ങനെയാണ് ജനിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ചില മിഷൻ ഉണ്ട് ഇവിടെ ഭൂമിയിൽ ജനിച്ചപ്പോൾ. അത് വേറൊരാൾ ചെയ്തതിൻ്റെ കോപ്പി ചെയ്യലല്ല നിങ്ങളുടെ മിഷൻ്റെ, നിങ്ങൾ ജനിച്ചതിൻ്റെ ഉദ്ദേശം. നിങ്ങളെ ഒരു സൃഷ്ടാവാണ് ഇങ്ങോട്ട് വിട്ടതെങ്കിൽ നിങ്ങളെ ഇങ്ങ് വിട്ടതിനൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തണം നിങ്ങളുടെ ജീവിതകാലത്ത്. എന്നിട്ട് അത് തന്നെ ചെയ്തിട്ട് തിരിച്ചു പോകണം. ഈ മോക്ഷം കിട്ടുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് തിരിച്ചറിയാതെ അങ്ങ് ചെന്ന ആളെയാണ് പിന്നെ നായായിട്ടൊക്കെ ഇങ്ങോട്ട് വിടുന്നത്, നരിയായിട്ടൊക്കെ ഇങ്ങോട്ട് വിടുന്നത്. പോയി കണ്ടുപിടിച്ച് ചെയ്തിട്ട് പോകാന്ന് പറഞ്ഞ്. ഈ ഡെസ്റ്റിനി എന്ന് പറയുന്ന സാധനത്തിൽ വിശ്വസിക്കുന്നുണ്ട്? വിധി, വിധി എന്ന് പറയുന്നത് കുറേയൊക്കെ ഉണ്ടാവാം. കാരണം നമുക്ക് ഈ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കാരണങ്ങളുണ്ടാവുമല്ലോ. ഇപ്പം ഞാൻ അതിഗംഭീരമായി ഓടുമെന്ന് വിജയിച്ച് നടത്തിയ പല സാധനങ്ങളും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ന്യായം പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാം, അത്രയേ ഉള്ളൂ. വിധി. പക്ഷേ അതിന് എന്തൊക്കെയോ ഒരു കാരണം പ്രാക്ടിക്കലി നടക്കരുതാത്തതുണ്ട്. അത് കണ്ടെത്തുന്നതാണ് സയൻസ് എന്ന് പറയുന്നത്. ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എന്ത് ചിന്തിക്കുന്നുവോ അതായി മാറുന്നത്, അതിനകത്തൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, നമ്മൾ ഒരു കാര്യത്തിലേക്ക് അതിൻ്റെ അതിൻ്റെ ഒരു സ്പിരിച്വൽ സൈഡോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറ്റേതെങ്കിലും തരത്തിലുള്ളതോ അല്ല. ഞാൻ പലപ്പോഴും നമ്മൾ നിരന്തരം കാണുന്ന സ്വപ്നം, അതിനുവേണ്ടി നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രവൃത്തിയെല്ലാം അതിനും പറ്റുന്ന രീതിയിലേക്ക് രൂപപ്പെടും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പറ്റിയ ഏറ്റവും നല്ല ആളായിട്ട് നമ്മൾ മാറും, അതിലൊരു വൈദഗ്ധ്യമുള്ള ആളായി നമ്മൾ മാറും, നമ്മുടെ ചിന്തകളെല്ലാം അതിനു വേണ്ടിയിട്ടായി മാറും. അപ്പോൾ അതിന് കിട്ടുന്ന അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളാവും. ഇപ്പം നിങ്ങൾ ഒരു പ്രത്യേക വസ്തു തേടി നടക്കുന്നതിനിടയിൽ ഒരു ചന്തയിൽ ഒരു മാർക്കറ്റിൽ ചെന്ന് പെട്ടാൽ നിങ്ങളുടെ കണ്ണ് എപ്പോഴും നോക്കുന്ന ആ സാധനം ഏതെങ്കിലും കടയിലുണ്ടെന്നായിരിക്കും. എന്നാൽ ഈ ചന്തയിലേക്ക് വെറുതെ കയറി ചെല്ലുന്ന, പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവും സ്വപ്നവും ഇല്ലാതെ കയറി ചെല്ലുന്നവന് ഒന്നിനോടും അങ്ങനെ തോന്നുകയില്ല. അവന് എന്തെങ്കിലുമൊക്കെ സാധനം മേടിച്ചിട്ട് തിരിച്ചു വരും. അപ്പം നിങ്ങളൊരു കടയിൽ ഒരു മാർക്കറ്റിൽ കയറുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൃത്യമായൊരു സ്വപ്നവും ലക്ഷ്യവും ഉണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും നിങ്ങൾ അന്വേഷിച്ച് നടക്കുക, അത് നിങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. ഇത് തന്നെയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളും. അതിനാണ് ഈ ഡ്രീം വേണമെന്ന് പറയുന്നത്. ഡ്രീം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണ് നിങ്ങൾ ആദ്യം ഫിക്സ് ചെയ്തിട്ട് നടന്നാൽ അതിനനുകൂലമായ സാധനങ്ങൾ നിങ്ങളുടെ വഴിയിൽ അത് തന്നെ അന്വേഷിച്ച് നടക്കുകയും അത് നിങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. ലക്ഷ്യമില്ലാതെ നടക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറ്റവും വിജയമാകാമായിരുന്ന ഒരു സാധനവും വഴിയിൽ ഇരിപ്പുണ്ടായിരുന്നു, നിങ്ങൾക്ക് അത് വേണ്ടതാണെന്ന് അറിയാത്തതും ഓർക്കാത്തതും കൊണ്ട് അതിനെയൊക്കെ കവർ ചെയ്ത് നിങ്ങളങ്ങ് പോയി. സിനിമ കാണാറുണ്ടോ? വല്ലപ്പോഴുമൊക്കെ. ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? അങ്ങനെ പറയത്തില്ല. ഇപ്പോൾ എനിക്ക് ചരിത്ര സിനിമകളാണ് ഇഷ്ടം. ചരിത്രം എന്ന് പറഞ്ഞാൽ ലോക ക്ലാസിക്കുകളായ ഹിസ്റ്ററി ബേസ്ഡ് ആയിട്ടുള്ള സിനിമകൾ, പ്രത്യേകിച്ച് വേൾഡ് വാർ 2 ബേസ്ഡ് ആയിട്ടുള്ള സിനിമകളൊക്കെ എനിക്കിഷ്ടമാണ്. ഇപ്പോൾ ഷിൻലേഴ്സ് ലിസ്റ്റ് പോലുള്ള സിനിമകൾ, അല്ലെങ്കിൽ ഈ ടൈറ്റാനിക്കിനകത്ത് ഈ പൈങ്കിളിവൽക്കരണം ഒഴിവാക്കിയാൽ അതിൻ്റെ സാങ്കേതിക വിദ്യയൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നത്. കാരണം ഞാൻ വിഷ്വൽ മീഡിയ പഠിച്ചതുകൊണ്ട് ഈ കോമ്പോസിറ്റിങ്ങും ഗ്രാഫിക്സും ആനിമേഷനും ഒക്കെ ചേർന്ന സാധനങ്ങളുടെ ടെക്നോളജി ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. അതിന് പറ്റിയൊരു സ്റ്റുഡിയോ ഞാൻ കാക്കനാട് ഉണ്ടാക്കിയിട്ടുമുണ്ട്. അത്തരത്തിൽ സിനിമകൾ ഭാവിയിലെ സിനിമകൾക്ക് വേണ്ട ഒരു സ്റ്റുഡിയോ ഉണ്ടാക്കുക എന്നുള്ളത് അതിനുവേണ്ടി ഞാൻ ഒരെണ്ണം തുടങ്ങിയിട്ടുമുണ്ട്. അപ്പം ചരിത്രത്തെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു 20 വർഷം നമ്മളൊന്ന് യാത്ര ചെയ്ത് കുറച്ച് ബാക്കിലോട്ട് പോയിട്ട് താങ്കൾ 20 വയസ്സുള്ള ഒരു യുവാവായിട്ട് നിൽക്കുകയാണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ആ യുവാവിന് നൽകുന്ന ഒരു ഉപദേശം എന്തായിരിക്കും? ഞാൻ ഒന്നാമത്തെ കാര്യം, നമ്മളാരും ഉപദേശിക്കാതിരിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ മലയാളിക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. കേരളത്തിലെ 3.5 കോടി ജനങ്ങളുണ്ടെങ്കിൽ ഇവർ നിരന്തരം സോഷ്യൽ മീഡിയയിൽ ആരെയെങ്കിലും ഉപദേശിച്ചുകൊണ്ടിരിക്കും. ഒന്നെങ്കിൽ അന്യമതസ്ഥരെ ഉപദേശിക്കും, നിൻ്റെ മതം നന്നാക്ക്, നിൻ്റെ മതം ശരിയല്ല, നീ കുറച്ചുകൂടെ നന്നാവൂ എന്ന് ഉപദേശിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ സ്വന്തം സുഹൃത്തുക്കളെ ഉപദേശിക്കും, അല്ലെങ്കിൽ മക്കളെയെങ്കിലും ഉപദേശിക്കും. ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ ഉപദേശിക്കും, ഭർത്താവാണെങ്കിൽ ഭാര്യയെ ഉപദേശിക്കും. നമ്മുടെ പ്രധാന വിനോദം എന്ന് പറയുന്നത് ഉപദേശമാണ്. പരസ്പരം ഉപദേശിച്ച് ഈ അന്തരീക്ഷം മുഴുവൻ ഉപദേശങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുക. അവിടെ ഇപ്പം ഞാനൂടെ ഇത് ചെയ്യണം. ഒരുപാട് ജോലികൾ ഒരു ദിവസം, എനിക്ക് തോന്നുന്നു സാധാരണ മലയാളിക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ എനിക്കിതൊക്കെ ഇത്ര നേരമൊക്കെ ഈ ഒരു ദിവസം ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് അത്ഭുതം തോന്നും. താങ്കളുടെ ഒരു ജീവിതത്തെ അല്ലെങ്കിൽ താങ്കളുടെ ചെയ്യുന്ന ജോലികളെക്കുറിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അതിലൂടെ ഒന്ന് കടന്നു പോയി കഴിഞ്ഞാൽ, അത്രയേറെ തിരക്കുകളുള്ള താങ്കൾ ഞങ്ങൾക്കൊപ്പം ഇത്രയും നേരം സമയം ചെലവിട്ടതിൽ നന്ദി. നമസ്കാരം. ആ ഒരു വർഷം വലിയ കുഴപ്പമായിരുന്നു. കാരണം പപ്പ മരിച്ച 3ാമത്തെ മാസമാണ് നമ്മൾ സുഡാൻ എന്ന് പറയുന്ന അഡൽട്രേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സോഷ്യൽ മീഡിയ, എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ അറ്റാക്ക് ഉണ്ടായ ഓർഗനൈസേഷൻ ഞങ്ങളായിരിക്കും കേരളത്തിൽ. ഒരു മാർക്കറ്റിങ്ങിന് ഒരാളെ കൊണ്ടുവന്നു, അയാൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. അയാളൊരു പ്ലാൻ ഇങ്ങോട്ട് തന്നിട്ട് 10 പ്ലാൻ നമ്മുടെ മുമ്പിൽ കിട്ടാൻ അവസരമുള്ളപ്പോൾ നമ്മുടെ ഒരു പ്ലാൻ അങ്ങോട്ട് കൊടുക്കുന്നതിൽ എന്താണ് പ്രസക്തിയുള്ളത്? I am a person who shamelessly copy what is good happening in other places.